കോഴിക്കോട് വടകരയിൽ പ്രൈവറ്റ് ബസ് പണിമുടക്ക് രണ്ടാം ദിവസവും തുടരുകയാണ്. വടകര തണ്ണീർപന്തൽ, വടകര ആയഞ്ചേരി റൂട്ടിലാണ് 35ഓളം പ്രൈവറ്റ് ബസ്സുകൾ ഇപ്പോൾ പണിമുടക്കുന്നത്. ബസ് ജീവനക്കാരെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് പ്രൈവറ്റ് ബസ്സിൻ്റെ സമരം. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, സമരം കാര്യമായിട്ട് പുരോഗമിക്കുകയാണോ? പണിമുടക്കതാണോ പൂർണ്ണം? SKN ഈ റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി ഇവർ തങ്ങളുടെ സമരം തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ വിദ്യാർത്ഥികളടക്കം അനുഭവിക്കുന്നുണ്ട്. കാരണം എക്സാമുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ക്ലാസ്സുകൾ പല സ്കൂളുകളിലും നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ പല വിദ്യാർത്ഥികൾക്കും സ്കൂളുകളിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ പറയുന്നത് 2 ദിവസം മുൻപ് ഈ റൂട്ടിലോടുന്ന അശ്വിൻ എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ്സിലെ തൊഴിലാളികൾക്ക് ഒരു സംഘത്തിൻ്റെ മർദ്ദനമേറ്റിരുന്നു. സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് ബസ്സിന് കുറുകെ കാർ നിർത്തിയിട്ട സംഘം പുറത്തിറങ്ങി വന്ന് ഈ ബസ് ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ബസ് ജീവനക്കാരുടെ പരാതിയിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഈ ഈ വാഹനവും ഈ കാറും കസ്റ്റഡിയിലെടുത്തു. പക്ഷേ ഈ 3 പേരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ബസ് ജീവനക്കാരുടെ പ്രധാനപ്പെട്ട പരാതി. ഈ പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ ഒരു മിന്നൽ പണിമുടക്ക് ബസ് ജീവനക്കാർ നടത്തിയത്. നേരത്തെ 16-ന് ഒരു സമരം നടത്താമെന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് യൂണിയനുകൾ എത്തിയിരുന്നു. പക്ഷേ അതിനൊക്കെ മുൻപേ തന്നെ ഇന്നലെ തന്നെ ഇവർ സമരം ആരംഭിച്ചു. ഇന്നിപ്പോൾ 2ാം ദിനവും ഈ സമരം തുടരുകയാണ്. ഏതായാലും ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് വരെ തങ്ങളുടെ സമരവുമായി പണിമുടക്കുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ബസ് തൊഴിലാളികൾ അറിയിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്.